ഹലോ. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് വീട്ടിലോട്ടാണ്. അന്നൂസിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. നാളെ എനിക്കൊരു PSC എക്സാം ഉണ്ട്. അത് കാരണമാണ് മൻസൂറിക്ക കൂട്ടത്തിലില്ലാത്തത്. ഞങ്ങൾ ബസ്സിലും പോകുന്നത്. സാധാരണ മൻസൂറിക്കയാണ് കൊണ്ടുപോകുന്നത്. നാളെ മൻസൂറിക്കാക്കും ഉണ്ട് എക്സാം. അത് കാരണം വരൽ നടക്കത്തില്ല. എനിക്ക് ബസ്സിൽ പോകുമ്പോൾ ഇച്ചിരി ടെൻഷനൊക്കെയാണ്. ഞാൻ ഒരുപാട് ഒറ്റക്കൊന്നും ബസ്സിൽ പോകാറില്ല. അച്ഛനുമാണെങ്കിൽ ഭയങ്കര വഴക്കായിരുന്നു മൻസൂറിക്കാൻ്റെ കൂട്ടത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരുമാതിരിയൊക്കെ ഞാൻ വഴക്കൊക്കെ മാറ്റി അങ്ങനെ ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നൂസും അച്ചിലും ഒക്കെ ഉറങ്ങിപ്പോയി. തണ്ണീർമുക്കം എത്തുമ്പോൾ അന്നൂസിനെ വിളിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ അന്നൂസ് ഉറക്കമായത് കാരണം ഞാൻ അന്നൂസിനെ വിളിച്ചില്ല. പിന്നെ എനിക്കൊരു ഇറങ്ങാൻ നേരത്തൊരു പേടിയുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അത് കാരണം എങ്ങനെ ഇറങ്ങും, കൊച്ചൊക്കെ ഉള്ളതല്ലേ, അന്നൂസും ഉണ്ട്, ബാഗുണ്ട്, ഭയങ്കര പാടായിരുന്നു. അങ്ങനെ മണ്ണഞ്ചേരിയിലൊക്കെ എത്തിയപ്പം വാപ്പിച്ചി സേറായൊക്കെ വിളിക്കാൻ വേണ്ടി വന്ന്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പം തന്നെ സജിയും കൊച്ചുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും സാക്കിനെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയി. ഞാനിപ്പോൾ കുറച്ചായി കൊച്ചിനെ കണ്ടിട്ട്. വീഡിയോ കോളാണ് എപ്പോഴും ചെയ്യാറ്. അന്നൂസാണെങ്കിൽ ഉടനെ സേറാൻ്റെ ഒപ്പം ഓടി പോയി. അച്ചുലുവിനെ വിളിച്ചിട്ടാണെങ്കിൽ അച്ചുലു ചെല്ലുന്നൊന്നുമില്ലായിരുന്നു ആരും കൈ. ഉമ്മച്ചി കുറേ വിളിച്ചെടുക്കാൻ വേണ്ടി. അച്ചുലുവിനെ എല്ലാവരെയും കൂടെ കാണുമ്പോൾ ഇച്ചിരി പാടാണ്, പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ സജിയുടെ സാധനങ്ങളൊക്കെ അകത്തോട്ട് എടുത്തു വെക്കുന്നതാണ് ഈ കാണുന്നത്. 2 ദിവസമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. നിൽക്കാൻ വന്നു കഴിഞ്ഞാൽ തൊട്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാറ് മൊത്തം സാധനങ്ങൾ കാണും. അതെല്ലാം സേറായും അന്നൂസും കൂടെ എടുത്തുകൊണ്ട് നടക്കുവാണ്. അച്ചിലു ആണെങ്കിൽ ഇവിടെ ലേസും പാക്കറ്റൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. സേറായും അന്നൂസാണ് ലേസിൻ്റെ പുറയിലാണ്. തരാൻ പറഞ്ഞിട്ട് അച്ചിലു കേൾക്കുന്നില്ല. പിന്നെ ഞാൻ 2 എണ്ണം കാണാതെ എടുത്ത് കൊടുത്ത് 3 പേരും കൂടെ തീറ്റയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ കളിക്കാനും ഒക്കെ പോയി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴാണ് ഇത്തി വന്നത്, ഞങ്ങളുടെ അപ്പച്ചിയുടെ മോള്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വന്നെന്നറിഞ്ഞ് എപ്പോഴും വരും. ഏത് രാത്രിയാണെങ്കിലും ഞങ്ങളെ കണ്ടിട്ടൊക്കെ പോകത്തുള്ളൂ. നല്ല വൈബാണ് ഞങ്ങളും ഒക്കെ ആയിട്ട്. ആളൊരു പാവമൊക്കെയാണ്. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ ഫുഡെന്ന് പറയുമ്പം പൊറോട്ടയും ചിക്കൻ കറിയും എല്ലാമാണ്. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം സാക്കിയായിട്ട് കുറച്ച് നേരം എല്ലാവരും കൂടി ഇരിക്കുവാണ്. സാക്കീനെ പക്ഷേ എനിക്ക് എടുക്കണമെന്നൊക്കെ ഉണ്ട്. ഈ അച്ചുലു സമ്മതിക്കത്തില്ല. അച്ചുലു ഞാനും അന്നൂസും ഒന്നും സാക്കിനെ തൊടുന്ന പോലും അച്ചുലുവിന് ഏതാണ്ട് കാണുന്ന പോലെയാണ്. ഇവിടെ ആണെങ്കിൽ ഉമ്മച്ചി ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ കൊതുകിനെ കൊല്ലുവാണ്. ഭയങ്കര കൊതുക് ശല്യമാണ് ഇവിടെ. അച്ചിലും ഇപ്പം സാക്കിയായിട്ട് കുറച്ചൊക്കെ അടുത്ത്. ഞാൻ എടുക്കണമെങ്കിൽ അച്ചിലും ഉറങ്ങണം. അച്ചിലും ഉറങ്ങാതെ ഒന്നും നടക്കുകയില്ല. അന്നൂസിനെ കൊണ്ട് സാക്കീനെ തൊടിയിപ്പിക്കുന്നില്ലായിരുന്നു. ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. അങ്ങനെ സാക്കിയായിട്ടൊക്കെ കളിച്ച് എല്ലാവരും കിടക്കാനൊക്കെ പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.